നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നേപ്പാളിലെ അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിൽ 300ഓളം ഇന്ത്യക്കാർ കുടുങ്ങിയവരിൽ തൃശൂർ സ്വദേശികളും. നാലോണനാളിൽ തൃശൂരിൽ അരങ്ങേറുന്ന പുലിക്കളിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പുലിച്ചമയ പ്രദർശനം ഇന്ന് വൈകിട്ട് ആരംഭിക്കും. പ്രതിയെ പിടികൂടാനെത്തിയ കുന്നംകുളം പോലീസ് സംഘത്തിനു നേരെ ആക്രമണം. 2 പോലീസുകാർക്ക് പരിക്കേറ്റു. മാള പഞ്ചായത്ത് ഓഫീസിൽ സെക്രട്ടറി ഇല്ലാതെ 4 മാസം. ഉത്തരവുകൾ ഇറങ്ങിയിട്ടും സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരും ഇതുവരെ എത്തിയില്ല. മാള പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നത് മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്നതാണെന്ന് ജീവനക്കാർ. പുതുക്കാട് ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. പാഴായി സ്വദേശി നന്ദേശിന്റെ കാറാണ് കത്തിനശിച്ചത്. മുല്ലശ്ശേരിയിൽ വീടിന്റെ അടുക്കളയ്ക്ക് തീപിടിച്ചു. വാർത്തകൾ വിശദമായി. നേപ്പാളിലെ ഭോട്ടെക്കോശി നദിയിലുണ്ടായ അപ്രതീക്ഷിത വെള്ളപ്പൊക്കം ആശങ്ക ഉയർത്തുന്നു. 300ഓളം ഇന്ത്യക്കാർ നേപ്പാളിൽ കുടുങ്ങി. ഇതിൽ 53 പേർ മലയാളികളാണ്. ഇതിൽ 3 പേർ തൃശൂർ സ്വദേശികളുമാണ്. വേലൂർ സ്വദേശിയും വ്ളോഗറുമായ ആൽബിൻ തോമസ്, വേലൂർ സ്വദേശി ഗ്ലാഡ്വിൻ, കൊരട്ടി സ്വദേശി സാൽമൺ എന്നിവരാണ് നേപ്പാളിലുള്ളത്. 3 സുരക്ഷിതരാണെന്ന് ആൽബിൻ തോമസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് മിന്നൽ പ്രളയമുണ്ടായത്. തിബറ്റൻ ഭാഗത്ത് നിന്ന് വലിയ തോതിൽ വെള്ളമെത്തിയതിനെ തുടർന്ന് ഭോട്ടെക്കോശിയിലും തുടർന്ന് തൃശൂലി നദിയിലും ജലനിരപ്പ് പെട്ടെന്നുയർന്നു. റസൂവ, നുവാക്കോട്ട്, ധാദിങ്, ചിത്വാൻ തുടങ്ങിയ പ്രദേശങ്ങൾക്ക് നേപ്പാൾ അധികൃതർ ഉയർന്ന ജാഗ്രതാ നിർദ്ദേശം നൽകി. തൃശൂലി നദി പിന്നീട് നാരായണി നദീതടത്തിലേക്ക് ചേരുന്നതിനാൽ താഴേക്കുള്ള ജലപ്രവാഹം വർദ്ധിച്ചാൽ ഇന്ത്യയിലെ ബീഹാർ ഉൾപ്പെടെയുള്ള ഗംഗാ നദീതട പ്രദേശങ്ങളിലും ജലനിരപ്പിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഈ വെള്ളപ്പൊക്കത്തിന്റെ നേരിട്ടുള്ള ആഘാതം ഇന്ത്യയിൽ എത്തിയതായി നിലവിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ബീഹാറിൽ ഇതിനോടകം തന്നെ ഗംഗ ഉൾപ്പെടെ നദികളിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നതിനാൽ അധികൃതർ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുവരുന്നു. നാലോണനാളിൽ തൃശൂരിൽ അരങ്ങേറുന്ന പുലിക്കളിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും പുലിക്കളി സംഘങ്ങൾക്കുള്ള തൃശൂർ കോർപ്പറേഷന്റെ ധനസഹായം 3,50,000 രൂപയായി വർദ്ധിപ്പിച്ചതായും മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുലിച്ചമയ പ്രദർശനം ഇന്ന് വൈകിട്ട് ആരംഭിക്കും. ശനിയാഴ്ച വൈകിട്ട് 4-ന് ബിനി ജംഗ്ഷനിൽ മന്ത്രി OJ ജനീഷ് പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സര രംഗത്തുള്ളത്. തൂഫാൻ നിശ്ചല ദൃശ്യം, ലൈറ്റ്, പുരാണ ടേബ്ലോ, പുലി, ചെണ്ട, പുലിവണ്ടി, സമകാലിക ടേബ്ലോ എന്നിവയും ഉണ്ടാകും. തൃശൂർ കോർപ്പറേഷൻ ആദ്യമായി പുലിച്ചമയ മത്സരത്തിനും സമ്മാനം ഏർപ്പെടുത്തി. പുലിച്ചമയത്തിന് 1-ാം സമ്മാനം 10,000 രൂപയും ട്രോഫിയും, 2-ാം സമ്മാനം 7,500 രൂപയും ട്രോഫിയും, 3-ാം സമ്മാനം 5,000 രൂപയും ട്രോഫിയും സമ്മാനിക്കും. ഏറ്റവും നല്ല പുലിക്കളി സംഘത്തിനുള്ള 1-ാം സമ്മാനം 70,000 രൂപയും ട്രോഫിയും, 2-ാം സമ്മാനം 60,000 രൂപയും ട്രോഫിയും, 3-ാം സമ്മാനം 50,000 രൂപയും ട്രോഫിയും സമ്മാനിക്കും. ഏറ്റവും നല്ല പുരാണ നിശ്ചല ദൃശ്യത്തിനുള്ള 1-ാം സമ്മാനം 55,000 രൂപയും ട്രോഫിയും, സമകാലിക നിശ്ചല ദൃശ്യത്തിനുള്ള 1-ാം സമ്മാനം 50,000 രൂപയും ട്രോഫിയും സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, പുലിക്കളി കൺവീനർ TR സന്തോഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മേഫി ഡെൽസൺ, ജേക്കബ് പുൽക്കോട്ടിൽ, കൌൺസിലർ ഹരീഷ് മോഹനൻ എന്നിവരും പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. പ്രതിയെ പിടികൂടാനെത്തിയ കുന്നംകുളം പോലീസ് സംഘത്തിനു നേരെ ആക്രമണം. 2 പോലീസുകാർക്ക് പരിക്കേറ്റു. ചീരംകുളം പാടത്തിനു സമീപം പ്രതിയും സംഘവും ഇരിക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. വധശ്രമമടക്കം നിരവധി കേസുകളിൽ പ്രതിയായ ഗുരുവായൂർ സ്വദേശി അദീബിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിനെ കണ്ട് പ്രതിയും സംഘവും ആക്രമണം നടത്തി. ആക്രമണത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ CPOമാരായ രതീഷ്, ദേവനാരായണൻ എന്നിവർക്ക് പരിക്കേറ്റു. കഴുത്തിന് പരിക്കേറ്റ CPO രതീഷ് കുന്നംകുളം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മാള പഞ്ചായത്ത് ഓഫീസിൽ സെക്രട്ടറി ഇല്ല. 4 മാസത്തിനുള്ളിൽ 4 ഉത്തരവുകൾ ഇറങ്ങിയിട്ടും സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരും ഇതുവരെ എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇറക്കിയ തദ്ദേശ വകുപ്പിന്റെ സ്ഥലം മാറ്റത്തിന്റെയും സ്ഥാനക്കയറ്റത്തിന്റെയും പട്ടികയിൽ മാളയെ ഒഴിവാക്കിയിരിക്കുകയാണ്. 4 മാസം മുമ്പ് സ്ഥലം മാറിയെത്തുന്ന സെക്രട്ടറിമാർ വേഗത്തിൽ മാറ്റം ചോദിച്ചു വാങ്ങിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു.
മാള പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നത് മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്നതെന്നാണ് ജീവനക്കാരുടെ അഭിപ്രായം. ഇപ്പോൾ 4 മാസമായി സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. 2 ജോലികളും ഒരാൾ നിർവഹിക്കേണ്ട അവസ്ഥയിലാണ്. ഫയലുകൾ തീർപ്പാക്കുന്നതിന് കാലതാമസം നേരിടുമ്പോൾ ഗുണഭോക്താക്കൾ പഞ്ചായത്ത് ഓഫീസിലെത്തി വഴക്കുണ്ടാക്കുന്നതും പതിവാണ്. പഞ്ചായത്ത് വാദിയും എതിർകക്ഷിയുമായ നിരവധി കേസുകളാണ് വർഷങ്ങളായി നിലവിലുള്ളത്. തർക്കങ്ങളും വിവാദങ്ങളും തുടർച്ചയായി ഉണ്ടാകുന്നത് ജീവനക്കാരെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇക്കാര്യം അറിയാവുന്ന മാളയിലും പ്രദേശങ്ങളിലും താമസിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറി സ്ഥാനത്തുള്ളവർ പോലും ദൂരെ ജോലി ചെയ്താലും മാളയിലേക്ക് വരാൻ തയ്യാറാകുന്നില്ലെന്നാണ് ജീവനക്കാർക്കിടയിലുള്ള സംസാരം. മാളയിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അഭാവം ഫയലുകളുടെ നീക്കത്തെ ബാധിക്കാതിരിക്കാനും തീർപ്പാക്കാനും മറ്റു ജീവനക്കാർ അധിക ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ്. ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയാലും പഞ്ചായത്തിലെ ജോലി ചെയ്യേണ്ടി വരുന്നത് കൂടുതൽ മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ടെന്ന് ജീവനക്കാർ പറയുന്നു. TCV ന്യൂസ്, മാള. പുതുക്കാട് ഗവൺമെന്റ് സ്കൂളിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. പുതുക്കാട് പാഴായി സ്വദേശി ചെമ്മണ്ടപ്പറമ്പിൽ നന്ദേശിന്റെ കാറാണ് കത്തിനശിച്ചത്. ചെങ്ങാലൂരിലെ സ്കൂളിൽ നിന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം കഴിഞ്ഞ് മടങ്ങിയ നന്ദേശ് കുമാറിന്റെ കാറിന്റെ മുൻവശത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട് ഡോർ തുറന്ന് ചാടിയിറങ്ങിയത് മൂലം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാർ റോഡരികിലെ കാനയിലേക്ക് ചെരിഞ്ഞതോടെ തീ ആളിപ്പടർന്നു. പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കരെ വിവരമറിയിച്ച് സ്ഥലത്തെത്തിയ പുതുക്കാട് ഫയർഫോഴ്സാണ് തീ അണച്ചത്. മുല്ലശ്ശേരിയിൽ വീടിന് തീപിടിച്ചു. മുല്ലശ്ശേരി ചിരിയങ്കണ്ടത്ത് റോബിന്റെ വീടിന്റെ അടുക്കളയിലാണ് തീപിടുത്തമുണ്ടായത്. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. സംഭവ സമയത്ത് വീട്ടുകാർ സ്ഥലത്തുണ്ടായിരുന്നില്ല. അടുക്കളയിൽ ഉണ്ടായിരുന്ന ഫ്രിഡ്ജ്, മിക്സി തുടങ്ങിയ വീട്ടുപകരണങ്ങളും മറ്റ് സാമഗ്രികളും കത്തിനശിച്ചു. ഏകദേശം 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. KPMS കൊടകര യൂണിയന്റെ നേതൃത്വത്തിൽ 164ാമത് മഹാത്മാ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു. കൊടകര സെന്ററിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK സുബ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് PS സതീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KS വിമൽ, ജില്ലാ സെക്രട്ടറി CV ബാബു, യൂണിയൻ സെക്രട്ടറി KU രതീബ്, ഖജാൻജി MA ഗിരി, AK സാജു, TK ഷാജു, KV ജനാർദ്ദനൻ, TK വേലായുധൻ എന്നിവർ സംസാരിച്ചു. ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കൊടകര സെന്ററിൽ പായസ വിതരണവും നടത്തി. KPMS കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു. മന്ത്രി OJ ജനീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് അജിത് പുല്ലൂറ്റ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി ലോചനൻ അമ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൌൺസിലർമാരായ TS സജീവൻ, EC അശോകൻ, ശ്രീദേവി അനിൽകുമാർ, KPMS ഭാരവാഹികളായ PC ബാബു, VM പുരുഷോത്തമൻ, അജിത സതീശൻ, MC അജയ് ഘോഷ്, KV സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. KPMSന്റെ ചരിത്രവും അതോടൊപ്പം തന്നെ മഹാത്മാ അയ്യങ്കാളിയുടെ ചരിത്രവുമൊക്കെയാണ്. കേരളത്തിനകത്ത് പ്രത്യേകം ഓർമ്മിക്കപ്പെടേണ്ടത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹ്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ പോരാട്ടത്തിൻ്റെതും കൂടിയാണ്. ഈ സംസ്ഥാനത്തിനകത്ത് ഒരുപക്ഷെ ഏറ്റവും ആദ്യത്തെ കാർഷിക സമരം നടന്നത് അത് പഞ്ചമി എന്ന പെൺകുട്ടിയെ സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുന്നതിൻ്റെ ഭാഗമായി തുടങ്ങിയ സമരങ്ങളിലൂടെയാണ്. അന്ന് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം കൊടുങ്ങല്ലൂരിൽ ആക്രിക്കടയിൽ മോഷണം നടത്തിയയാൾ അറസ്റ്റിലായി. കരുനാഗപ്പള്ളി തൊടിയൂർ പുത്തൻവീട്ടിൽ സുനിലിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് സ്വദേശി കാളിമത്തുവിന്റെ ആക്രിക്കടയിൽ നിന്നും 8 കിലോ തൂക്കം വരുന്ന പഴയ ചെമ്പുവയറുകൾ, 6 കിലോ തൂക്കം വരുന്ന പഴയ പിച്ചള ടാപ്പുകൾ എന്നിവയാണ് മോഷ്ടിച്ചത്. SIമാരായ അതുൽ മോഹൻ, അറാഫത്ത്, അജയ്, ഗ്രേഡ് ASI സിബി, CPO ഷെരീഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കൊടുങ്ങല്ലൂർ താലൂക്കിന്റെ തീരപ്രദേശങ്ങളിലെ രൂക്ഷമായ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അറപ്പ തുറന്നു. എറിയാട്, എടവലങ്ങ് പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള പുതിയ റോഡ് കടപ്പുറത്താണ് അറപ്പ തുറന്നത്. ഇക്കുറി തുടർച്ചയായി 3ാം തവണ അറപ്പത്തോട് തുറന്നു. അറപ്പത്തോട് കടലിലേക്ക് തുറന്നുവിടുന്നതോടെ തീരമേഖലയിൽ വെള്ളക്കെട്ട് ഒഴിവാകും. പെരുന്തോട് ഉൾപ്പെടെയുള്ള തീരപ്രദേശത്തെ ജലസ്രോതസ്സുകൾ നിറഞ്ഞൊഴുകുന്ന വെള്ളം കടലിലേക്ക് ഒഴുക്കിവിടുന്നതിനായാണ് അറപ്പ തുറക്കുന്നത്. മറ്റത്തൂർ കോടശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വെള്ളിക്കുളങ്ങര മോനോടി കമലക്കട്ടി റോഡ് തകർന്നു.
കടമ്പോട്, മോനോടി, മാങ്കുറ്റിപ്പാടം പ്രദേശങ്ങളിൽ നിന്നുള്ളവർ ചാലക്കുടി, കുറ്റിച്ചിറ, ചായ്പാൻകുഴി പ്രദേശങ്ങളിലേക്ക് എത്താൻ ആശ്രയിക്കുന്ന എളുപ്പവഴിയാണ് റോഡ്. ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ദിവസേന കടന്നുപോകുന്ന റോഡിൽ വെള്ളിക്കുളങ്ങര മോനോടി ട്രാംവേ ഭാഗത്ത് കുഴികൾ നിറഞ്ഞിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ റോഡിലെ കുഴികൾ കാണാൻ കഴിയാത്തതിനാൽ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. വെള്ളിക്കുളങ്ങര കോർമല റോഡിൽ മലയോര ഹൈവേയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ചട്ടികുളം, കുറ്റിച്ചിറ, മാരാങ്കോട് പ്രദേശങ്ങളിലുള്ളവർ വെള്ളിക്കുളങ്ങര, കോടാലി, കൊടകര എന്നിവിടങ്ങളിലേക്ക് എത്താനും മറ്റത്തൂർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ളവർ കുറ്റിച്ചിറ, ചാലക്കുടി എന്നിവിടങ്ങളിലേക്ക് പോകാനും കമലക്കട്ടി റോഡിനെയാണ് ആശ്രയിച്ചു പോരുന്നത്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് പലതവണ പരാതികളും പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് കുഴികൾ അടയ്ക്കുകയും റോഡിന്റെ ഇടിഞ്ഞ ഭാഗങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്ത് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കൊടകര. ഇടവേള. PL വേൾഡ് ഓഫ് കംഫർട്ട്. മെത്തകൾ, സോഫകൾ, സോഫ കം ബെഡുകൾ, പില്ലോകൾ കൂടാതെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസുകളുടെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. മെഗാ ഓണം ഓഫർ. ഒരു സോഫ കം ബെഡ് അല്ലെങ്കിൽ ഒരു റിക്ലൈനർ ഫ്രീ ആയി സ്വന്തമാക്കാം. ഇനി എന്തിനു കാത്തിരിക്കണം? ഇന്ന് തന്നെ സന്ദർശിക്കൂ PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ, തൃശൂർ. Elista Golden Diamonds, Pallikulam Road, Thrissur. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, മോർഗേജ് ലോൺ, ബിസിനസ് ലോൺ, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 50-ൽ പരം ബ്രാഞ്ചുകൾ. ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800-123-0625. പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്.